ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വാഴയിലയിൽ പൊള്ളിച്ച ഒരു നാടൻ മീൻ്റെ റെസിപ്പിയാണ്. ഇവിടെ ഫിഷ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ചെമ്പല്ലിക്കോര എന്നാണ് ഞാൻ പറയുന്നത്. അതിനായിട്ട് നമ്മൾ മീനിനെ മാരിനേറ്റ് ചെയ്യാനായിട്ട് ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ നല്ലപോലെ അരച്ചിട്ട് മീനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചെടുക്കണം. മീനിന് വരയിടുമ്പോൾ കുറച്ച് ആഴത്തിലിടണം, കാരണം കുറച്ച് ദശയ്ക്ക് കട്ടിയുള്ള മീനാണ്. അതിനുശേഷം നമ്മൾ പൊടികളായിട്ട് നമ്മൾ മുളക് പൊടി ഒരു 2 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, കുരുമുളക് പൊടി, പിന്നെ ഫിഷ് മസാല ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ രാവിലെ മാരിനേറ്റ് ചെയ്തിട്ട് ഇത് വൈകിട്ടാണ് റെസിപ്പി പ്രിപ്പയർ ചെയ്യുന്നത്. അതിനുശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഒരു അരമണിക്കൂറെങ്കിലും തണുപ്പ് മാറാൻ വെച്ചതിന് ശേഷമാണ് നമ്മളത് ഫ്രൈ ചെയ്യേണ്ടത്. ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്ത് 2 സൈഡും മുരിഞ്ഞൊന്ന് കിട്ടിയാൽ മതി. അതിനുശേഷം നമ്മൾ ആ വെളിച്ചെണ്ണ ബാക്കിയുണ്ടെങ്കിൽ അതിലേക്ക് ഇനി ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് അതിലേക്ക് 2 സവോള ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി ഇത്തരം ഐറ്റംസ് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഒരു തക്കാളിയും കൂടെ ചേർത്ത് വഴറ്റിയിട്ട് പൊടികളായിട്ട് നമ്മൾ കുറച്ച് മുളക് പൊടി, അതും ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇടുക, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്, പിന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, പിന്നെ ഫിഷ് മസാല നമുക്ക് 1 ടീസ്പൂൺ കൂടെ ചേർക്കാം. നന്നായിട്ട് മസാല എല്ലാം വഴറ്റി കുറച്ച് വെള്ളത്തിന് വരെ തേങ്ങാപ്പാൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ വെള്ളമാണ് ഇവിടെ യൂസ് ചെയ്തത്. എന്നിട്ട് മീനെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് 2 സൈഡിലും മസാല എല്ലാം തേച്ച് പിടിപ്പിച്ച് അടച്ച് വെച്ച് കുറച്ച് നേരം വേവിക്കാം. അതിനുശേഷം ഇല വാട്ടിയിട്ട് നമുക്ക് ആ ഇലയിലോട്ട് മീനെ മാറ്റി ഇല നന്നായിട്ട് കെട്ടിയിട്ട് നമുക്ക് തവയിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് തിരിച്ച് മറിച്ച് വിട്ട് ഒന്ന് ഫ്രൈ ചെയ്തും കൂടെ എടുക്കാം. അപ്പോഴാണ് കറക്റ്റ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. അതിനുശേഷം നമുക്ക് ഒരു 5-10 മിനിറ്റോളം തവയിലൊന്ന് തിരിച്ചു മറിച്ചും ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. അത് നല്ല ചൂടോടുകൂടി പൊറോട്ടയുടെ കൂടിയാണ് ഞങ്ങളിത് കഴിച്ചത്. എല്ലാവരും അപ്പോൾ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ.